കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ മുടങ്ങിയ ശുദ്ധജല വിതരണം തിങ്കളാഴ്ച വൈകിട്ടോടെ പുനരാരംഭിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. അരമനപ്പടിയിലെ പാലം വീതി കൂട്ടി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പമ്പിംഗ് പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനെ തുടർന്നാണ് ജലവിതരണം മുടങ്ങിയത്. നിർമ്മാണം വൈകിയതിന് പിന്നിൽ കരാറുകാരന്റെ അനാസ്ഥയാണെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ 2 ദിവസമായി മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് തിങ്കളാഴ്ചയോടെ പൂർണ്ണ പരിഹാരമുണ്ടാകുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ. ദേശീയപാത വികസനത്തിന്റെ പേരിൽ അരമനപ്പടി ഭാഗത്തെ പാലം വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നുവരികയായിരുന്നു. ഇതിന്റെ ഭാഗമായി പാലത്തിന്റെ സമീപത്തുകൂടി ഉണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പമ്പിംഗ് നിർത്തിവച്ചിരുന്നു. ഇതുമൂലമാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലവിതരണം മുടങ്ങിയത്. എന്നാൽ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ വൈകിയത് കരാറുകാരൻ പ്രകടമാക്കിയ അനാസ്ഥ മൂലമാണെന്നും ഇന്ന് അർദ്ധരാത്രിയോടെ പമ്പിംഗ് ആരംഭിക്കാൻ സാധിക്കുമെന്നും തിങ്കളാഴ്ച വൈകിട്ടോടെ ജലവിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. ഇത് നിലവിൽ NHന്റെ EKKയുടെ വർക്കിന്റെ ഭാഗമായിട്ട് നമ്മളുടെ എക്സിസ്റ്റിംഗ് പമ്പിംഗ് ലൈൻ അമ്പലപ്പറമ്പിലേക്കുള്ളത് 250 DA അവർ ഷിഫ്റ്റ് ചെയ്യുക. ചെയ്യാവുന്ന ഏറ്റവും ഒരു വർക്കായിരുന്നു. അവരുടെ പണിക്കാരുടെ ഒരു ഉഴപ്പ് മൂലമാണ് ഇത് ഇത്രയും ലാഗായത്. അപ്പൊ ഇന്നിപ്പം നമ്മൾ ഇന്ന് രാത്രിയായിട്ട് കണക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇന്നിപ്പം ഒരു 12 മണിയോടുകൂടി പമ്പിങ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ടാങ്ക് 17 ലക്ഷം ടാങ്ക് ഉള്ളതുകൊണ്ട് ഒരു മിനിമം ഒരു 12 മണിക്കൂറെങ്കിലും എടുക്കാൻ നിറഞ്ഞു വന്നിട്ട് നമ്മൾ ആദ്യം ചേലാട് ഭാഗത്തേക്കാണ് നാളെ പമ്പിങ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നൈറ്റ് നാളെ രാവിലെ ചേലാട്, മിനിമപ്പടി, കരിങ്ങഴ, തങ്കളം തുടങ്ങിയ തോണികണ്ടം, നാടുകാണി ഭാഗങ്ങളിലേക്കെല്ലാം വെള്ളം എത്തും. നാളെ വൈകിട്ടോടെ മറ്റേ ടൺ പുത്തൂഴി, വലിയപാറ, ആപ്പക്കപ്പടി ഭാഗങ്ങളിലേക്ക് നാളെ വൈകിട്ടത്തോടെയും വെള്ളം എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇന്നിപ്പോൾ പമ്പിങ് നിലവിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ടൗൺ ഭാഗത്ത് ഓൾറെഡി GLE എന്നുള്ള വെള്ളം ടിബിക്കൊന്നും നമ്മൾ നിർത്തിയിട്ടില്ല. ടിബിക്കൊന്നും നിർത്താത്തതുകൊണ്ട് ടൗണിൽ വെള്ളം ഉണ്ടാവും. ഞായറാഴ്ചയോടെ മുടങ്ങിയ ജലവിതരണം പൂർണ്ണമാക്കാൻ സാധിക്കുമെന്നായിരുന്നു വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചത്. എന്നാൽ കരാറുകാരന്റെ അനാസ്ഥ മൂലമാണ് ഇത് വീണ്ടും വൈകിയത്. നിലവിൽ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വാട്ടർ അതോറിറ്റി BSNL കേബിൾ ശൃംഖല, ബ്രോഡ്ബാൻഡ്, KSEB തുടങ്ങിയ വിവിധ വകുപ്പുകൾക്ക് പ്രവർത്തന തടസ്സം നേരിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.